കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ കോട്ടയം ജില്ലാ സെക്രട്ടറിയും അതുപോലെ തന്നെ പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗവുമായ ദീർഘകാലമായിട്ട് എൻ്റെ സുഹൃത്തു കൂടിയായ സഖാവ് റസൽ നമ്മെ വേർവിട്ട് പിരിഞ്ഞു എന്നാണ് ഏതാനും നിമിഷങ്ങൾ മുമ്പ് വാർത്ത വന്നത്. അദ്ദേഹം ചെന്നൈയിൽ ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ ജനുവരി 3, 4, 5 തീയതികളിലാണ് കോട്ടയം ജില്ലാ സമ്മേളനം നടന്നത്. 2-ാം തീയതി മുതൽ വൈകുന്നേരം മുതൽ അവിടെ സമ്മേളനം നടന്ന സ്ഥലത്ത് തന്നെ അദ്ദേഹം ഉണ്ടായിരുന്നു. 3 ദിവസവും വളരെ സജീവമായിട്ടാണ് സമ്മേളനത്തിൽ പങ്കെടുത്തത്. അദ്ദേഹത്തിന് ശാരീരികമായിട്ടുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനെയെല്ലാം മറന്നുകൊണ്ടാണ് സമ്മേളനം വിജയിപ്പിക്കുന്നതിന് വേണ്ടി സഖാവ് രാപകൽ പ്രവർത്തിച്ചത്. സമ്മേളനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം നിർവഹിക്കേണ്ടത് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയാണ്. അദ്ദേഹം പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചുകൊണ്ട് നടത്തിയ പ്രസംഗം, അതിനുശേഷം ചർച്ചകൾക്ക് ശേഷം നടത്തിയ മറുപടി പ്രസംഗം എല്ലാം വളരെ ശ്രദ്ധേയമായിരുന്നു. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതെന്ന് കാണിച്ചു കൊടുക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് കാഴ്ചവെച്ചത്. വളരെ ചെറുപ്പത്തിൽ തന്നെ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനത്തിലൂടെ വളർന്നു വന്ന് CPM പോലെ സംഘടനയുടെ ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന കമ്മിറ്റിയായി അദ്ദേഹത്തിന് ദീർഘകാലം പ്രവർത്തിക്കാൻ വേണ്ടി കഴിഞ്ഞു. ഇനിയും തീർച്ചയായിട്ടും പാർട്ടിക്കും നമ്മുടെ ഈ സമൂഹത്തിനു വേണ്ടി ഒട്ടേറെ കാര്യങ്ങൾ നിർവഹിച്ചു പോകേണ്ട ഒരു സഖാവാണ്. അകാലത്തിൽ നമ്മളെ വിട്ടുപിരിഞ്ഞിരിക്കുന്നു. സഖാവിൻ്റെ വേർപാട് ദുഃഖവും അതുപോലെ തന്നെ വലിയ തരത്തിലുള്ള പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ്. ഞാൻ വ്യക്തിപരമായിട്ട് ഏറെ അടുത്ത് പ്രവർത്തിച്ചിരുന്ന ഒരു പ്രവർത്തകനാണ്. ഞാൻ പറഞ്ഞു, നേരത്തെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലും അതുപോലെ തന്നെ യുവജന പ്രസ്ഥാനത്തിനുമെല്ലാം ഞങ്ങൾക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാൻ വേണ്ടി കഴിഞ്ഞു. എല്ലാം വളരെ ഗൗരവത്തോടുകൂടി വിഷയങ്ങളെ കാണുകയും അതനുസരിച്ച് കൊണ്ട് തന്നെ പ്രവർത്തിക്കുകയും ചെയ്ത വലിയൊരു നേതാവ് തന്നെയായിരുന്നു സഖാവ് റസൽ. അദ്ദേഹത്തിൻ്റെ അമ്മയുമായിട്ടും വീടുമായിട്ടൊക്കെ തന്നെ നല്ല ബന്ധമുണ്ടായിരുന്നു. എപ്പോഴും കാണുമ്പോൾ അമ്മയുടെ കാര്യങ്ങൾ, എൻ്റെ അമ്മയുടെ കാര്യങ്ങൾ റസൽ ചോദിക്കുകയും റസലിൻ്റെ അമ്മയുടെ വിശേഷങ്ങൾ ഞാനും ചോദിക്കുകയും അത് എപ്പോൾ കണ്ടുമുട്ടിയാലും അങ്ങനെ ചെയ്യുമായിരുന്നു. അമ്മയൊക്കെ തന്നെ വളരെയധികം സ്നേഹിച്ചിരുന്ന ഒരു സഖാവായിരുന്നു റസൽ. അതുപോലെ റസലിന് എന്നെക്കുറിച്ചും അറിയാം. അങ്ങനെ പരസ്പരം അറിയാനും മനസ്സിലാക്കാനും ഒക്കെ കഴിഞ്ഞ ഒരു നല്ല സഖാവാണ് സഖാവ് റസൽ. അദ്ദേഹത്തിന് മാരകമായിട്ടുള്ള ക്യാൻസർ ബാധിച്ചു എന്നുള്ളതെല്ലാം അറിയാമായിരുന്നു. അതിന് പെട്ടെന്ന് തന്നെ അതിനെ മറികടക്കാൻ കഴിയും എന്നുള്ള ആത്മവിശ്വാസം നല്ലപോലെ ഉണ്ടായിരുന്നു. അപ്പം അദ്ദേഹം വേർവിട്ട് പോയത് ക്യാൻസർ മൂലമല്ല, ഹൃദയാഘാതം മൂലമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ക്യാൻസർ അടക്കമുള്ള മാരകമായ രോഗത്തെയും അതിജീവിക്കാനുള്ള നല്ല ഇച്ഛാശക്തിയുള്ള ഒരു സഖാവായിരുന്നു സഖാവ് റസൽ. ആ സഖാവ് നമ്മളിൽ നിന്ന് വേർവിട്ട് പോയിരിക്കുകയാണ്. ഏറ്റവും അടുത്ത ഒരു സുഹൃത്തെയും സഖാവിനെയുമാണ് സഖാവ് റസലിൻ്റെ വേർപാടിലൂടെ നമുക്ക് നഷ്ടപ്പെടുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനത്തിൽ വലിയ സംഭാവന നൽകിയ ഒരു സഖാവാണ് റസൽ. ഇനിയും അദ്ദേഹത്തിന് കൂടുതൽ സംഭാവനകൾ നൽകാൻ കഴിയുന്ന ഒരു സമയത്താണ് അദ്ദേഹം നമ്മെ വേർപിരിഞ്ഞ് പോയിരിക്കുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ വേർപാടിൽ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുക സ്വാഭാവികമാണ്. ഇത്രയും പെട്ടെന്ന് സഖാവിൻ്റെ വേർപാടിൽ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തേണ്ടി വന്നു എന്നുള്ളത് വേദനാജനകമാണ്. എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഞാൻ ശിരസ്സ് നമിക്കുകയാണ്.